Praise be to His holy name. Once again, let us turn our Bibles to Philippians chapter 2, verse 12. ഒരിക്കൽ കൂടെ വേദപുസ്തകങ്ങളെ തുറന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. In these days, we are meditating how to work out our salvation. എങ്ങനെ നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണമെന്ന് ഈ നാളുകളിൽ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. In the last class, we started meditating about this passage. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ വേദഭാഗത്തെക്കുറിച്ച് ധ്യാനിപ്പാൻ തുടങ്ങി. In that class, I gave a short, brief introduction. What is spiritual life and how to press forward in spiritual life. ആത്മീക ജീവിതം എപ്രകാരമെന്നും എപ്രകാരം ആത്മീക ജീവിതത്തിൽ മുന്നേറി ചെല്ലണമെന്നും ആ ക്ലാസ്സിൽ ഞാൻ അതിനൊരു ആമുഖമായി പറയുകയുണ്ടായി. Spiritual life is an exercise to put it into practice day by day. നാം അത് നാൾതോറും പ്രായോഗികമാക്കിക്കൊള്ളണം. How much more we put it into practice, that much more only we will grow in spiritual life. എത്രത്തോളം അധികമായി അതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ കഴിയുമോ അത്രത്തോളം അധികമായി മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർച്ച പ്രാപിപ്പാൻ കഴിയൂ. It is not at all one day process or overnight process. അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഒറ്റ രാത്രിയിൽ ചെയ്യുന്ന പ്രവൃത്തിയുമല്ല. Rome is not built in a day. റോമ നഗരം ഒറ്റ രാത്രി ഒരു ദിവസം കൊണ്ട് ഉയർത്തിയതല്ല. Our life cannot be built on one day. നമ്മുടെ ജീവിതവും ഒരു ദിവസം കൊണ്ട് കെട്ടിപ്പടുക്കുന്നതല്ല. So that only St. Paul says, bring up your salvation or work out your salvation with fear and trembling. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പ്രകാരം പറയുന്നത്, ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. Praise be to His holy name. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം. When we work out our salvation, നാം നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുമ്പോൾ there are different things to consider and a different understanding we should have about word of God. പല കാര്യങ്ങൾ നാം അതിനായി കരുതിക്കൊള്ളേണ്ടതുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പല കാര്യങ്ങൾ നാം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. Many times we think about ourselves as spiritual. പലപ്പോഴും നമ്മെക്കുറിച്ച് നാം ആത്മീകരെന്ന് ചിന്തിച്ചു പോകുന്നു. We count ourselves as godly. നാം ഭക്തിയുള്ളവർ എന്ന് നമ്മെക്കുറിച്ച് എണ്ണുന്നു. Many times we call ourselves as religious. പലപ്പോഴും നാം മതപരമായ കാര്യങ്ങളിൽ നാം ഉത്സാഹമുള്ളവരെന്ന് നമ്മെക്കുറിച്ച് എണ്ണുന്നു. In last class I told you, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, our spiritual life is not evident. നമ്മുടെ ആത്മീക ജീവിതം എന്നത് അത് പ്രത്യക്ഷമായി കാണപ്പെടുന്നില്ല. It is not clear before us, so we misunderstand about our spiritual life. നമ്മുടെ ആത്മീക ജീവിതം അത് പ്രത്യക്ഷമായി നമ്മുടെ മുൻപിൽ കാണപ്പെടാത്തത് നിമിത്തമായി നാം അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നു. Our physical life, our financial status, everything is before us. നമ്മുടെ ശാരീരിക അവസ്ഥയും അതുപോലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ നമ്മുടെ മുൻപിൽ കാണപ്പെടുന്നു. We know about our family, financial status, or our physical status, everything. നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ഒക്കെ നമുക്ക് നന്നായി അറിയാം. But about spiritual life, we don't have any evidence outwardly, so we are misunderstanding that. എങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പുറമേ കാണുന്ന ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തത് നിമിത്തമായി നാം അതിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നു. In these days we come across these type of words. ഈ നാളുകളിൽ നാം ഇപ്രകാരമുള്ള വചനങ്ങളെ നാം സന്ധിക്കുമ്പോൾ, or when we come to the presence of God, അതല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, spiritual, ആത്മീകർ, or carnal, അതുപോലെ പ്രാകൃതമായ കാര്യങ്ങൾ, or religious, മതപരമായ കാര്യങ്ങൾ, righteous, നീതിപരമായ കാര്യങ്ങൾ, we come across these type of words. ഇങ്ങനെയുള്ള വാക്കുകളെ നാം കണ്ടുമുട്ടുന്നു. We call some as righteous man. ചിലരെ നാം നീതിമാരായ മനുഷ്യരെന്ന് എണ്ണുന്നു. About some we call as spiritual. ചില ആളുകളെ നാം ആത്മീകരെന്ന് പറയുന്നു. About some we say he is a good man. ചിലരെ കുറിച്ച് നാം പറയുന്നു അവനൊരു നല്ല മനുഷ്യൻ. About some we say he is carnal. ചിലരെ കുറിച്ച് നാം പറയുന്നു ഇതൊരു പ്രാകൃത അല്ലെങ്കിൽ ജഡിക മനുഷ്യൻ. About some we say he is earthly minded. ചിലരെ കുറിച്ച് നാം ഇപ്രകാരം പറയുന്നു ഈ മനുഷ്യർ ഭൗമിക ചിന്താഗതിയുള്ളവർ. We give different title to different. അങ്ങനെ വിവിധ തലക്കെട്ടുകൾ പലർക്കായി നാം നൽകുന്നു. In what base we give this title? ഏത് അടിസ്ഥാനത്തിലാകുന്നു ഇങ്ങനെയുള്ള തലക്കെട്ടുകൾ നാം നൽകുക? If he do certain good things, we say he is a good man. ചില നല്ല കാര്യങ്ങൾ അവർ ചെയ്താൽ അവൻ നല്ല മനുഷ്യനെന്ന് നാം പറയും. He lives a very good spiritual life, we call him as spiritual. നല്ല ഒരു ആത്മീക ജീവിതം താൻ വെളിവാക്കുമ്പോൾ നാം അവരെ ആത്മീകരെന്ന് പറയുന്നു. We give different names. അങ്ങനെ പല പേരുകൾ നാം നൽകി കൊടുക്കുന്നു. But what about ourselves? എങ്കിലും നമ്മെക്കുറിച്ച് എപ്രകാരമായിരിക്കുന്നു? What can I give unto myself? ഞാൻ എന്നെക്കുറിച്ച് തന്നെ എന്ത് പറയും? Can I say unto myself as good man? ഞാനൊരു നല്ല മനുഷ്യനെന്ന് എന്നെക്കുറിച്ച് പറയുവാൻ കഴിയുമോ? Can I say myself as spiritual? ഞാനൊരു ആത്മീകനെന്ന് എന്നെക്കുറിച്ച് പറയുവാൻ കഴിയുമോ? Can I say myself as religious? ഞാനൊരു ഭക്തിയുള്ളവനെന്ന് എന്നെക്കുറിച്ച് പറയുവാൻ കഴിയുമോ? You may say something.
നിങ്ങൾ ചിലത് പറഞ്ഞേക്കാം. I may think about myself in some way, ഞാൻ എന്നെ കുറിച്ച് മറ്റൊരു രീതിയിൽ ചിന്തിച്ചേക്കാം. but God will call me a different thing. എങ്കിലും ദൈവം മറ്റൊരു രീതിയിലായിരിക്കും എന്നെ വിളിക്കുക. Sometimes I can call you in one good title. ചിലപ്പോൾ നല്ലൊരു പേര് നൽകി എനിക്ക് നിങ്ങളെ വിളിപ്പാൻ കഴിയും. At the same time you will condemn yourself. അതേസമയം നിങ്ങൾ നിങ്ങളെ കുറ്റം വിധിക്കുന്നവരുമായിരിക്കും. For example, ഉദാഹരണത്തിന് I am saying about this brother, ഈ സഹോദരനെ കുറിച്ച് ഞാൻ പറയുന്നു. very good brother. നല്ല സഹോദരൻ. When he comes to know about my opinion, എങ്കിലും എന്റെ ഈ അഭിപ്രായത്തെ കുറിച്ച് താൻ അറിയുവാനിടയാകുമ്പോൾ, if he has any shortcoming, തന്നിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ he condemns himself. താൻ കുറ്റം വിധിക്കുന്നു. Brother doesn't know anything about me. ഈ സഹോദരൻ എന്നെ കുറിച്ച് ഒന്നും തന്നെ അറിയുകയില്ല. He is saying I am good. ഞാൻ നല്ലവനെന്ന് താൻ പറയുന്നു. But my status, my spiritual life, I know. എങ്കിലും എന്റെ ശരിയായ അവസ്ഥ, എന്റെ ആത്മീക അവസ്ഥ എനിക്ക് അറിയൂ. Apart from that, അതിൽ നിന്ന് ഉപരിയായി what God will call, ദൈവം എന്തായിരിക്കും വിളിക്കുക, in what title God will call, ദൈവം ഏത് പേര് നൽകിയായിരിക്കും വിളിക്കുക, this we have to consider. ഇത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. Many times in spiritual life we don't think about these things. പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുന്നേയില്ല. Singing, praising God, giving testimony, we concentrate on these things. സ്തുതിക്കുന്ന കാര്യത്തിലും അതുപോലെ സാക്ഷ്യം പറയുന്ന കാര്യങ്ങളിലുമൊക്കെ നാം വളരെ ശ്രദ്ധ ചെലുത്തുന്നു. Bible reading, family prayer, personal prayer, if we think we are spiritual. വേദപുസ്തകം, അതുപോലെ കുടുംബ പ്രാർത്ഥന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ നാം നമ്മെ കുറിച്ച് തന്നെ ചിന്തിച്ചു പോകുന്നു, നാം ആത്മീകരായിരിക്കുന്നു. This evening I want to put your life before you. എങ്കിലും ഇന്ന് വൈകിട്ട് സമയത്ത് ഞാൻ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. I am not going to judge anyone. ഞാൻ ആരെയും ന്യായം വിധിക്കുന്നില്ല. I am not going to condemn anyone. ഞാൻ ആരെയും ശിക്ഷ വിധിക്കുന്നില്ല. But from the word of God, എങ്കിലും ദൈവത്തിന്റെ വചനത്തിൽ കൂടെ you are going to judge yourself. നിങ്ങളെ തന്നെ വിധിപ്പാൻ പോകുന്നു. Through this meeting you should come to a conclusion, where is your standard? നിങ്ങളുടെ നിലവാരം ഏതു തരത്തിലായിരിക്കുന്നുവെന്ന് ഈ കൂട്ടത്തിൽ കൂടെ നിങ്ങൾ തിരിച്ചറിയണം. As I told you, ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ this is spiritual exercise. ഇത് ഒരു ആത്മീകമായ വ്യായാമം. If we are spiritually very weak, നാം ആത്മീകരായി വളരെ ബലഹീനരെങ്കിൽ we cannot do this exercise. ഈ ഒരു വ്യായാമം ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല. If we are a bedridden state, how we can do this exercise? നാം കിടപ്പിലായിരിക്കുന്ന ഒരു അവസ്ഥയിലെങ്കിൽ ഈ വ്യായാമം നാം എങ്ങനെ ചെയ്യും? Or our spiritual life is about to die, how we can do this exercise? നമ്മുടെ ആത്മീക ജീവിതം മരിപ്പാറായിരിക്കുന്നുവെങ്കിൽ എങ്ങനെ ഈ ആത്മീക അഭ്യാസങ്ങൾ ചെയ്യുവാൻ കഴിയും? Even for physical exercise, we need certain strength to start. ശാരീരികമായ വ്യായാമം ചെയ്യണമെങ്കിലും നമുക്ക് അതിന് ചില ബലം നമുക്ക് ആവശ്യമായിരിക്കുന്നു. Same way, അതേ രീതിയിൽ spiritually, ആത്മീകമായി to start this exercise, ഈ വ്യായാമം നാം തുടങ്ങേണ്ടതിന്, or to continue this process in our life, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രക്രിയ നാം തുടരേണ്ടതിന്, first of all we should have a knowledge, how is our strength, what much is our strength. നമ്മുടെ ബലം എത്രത്തോളമെന്ന് ആദ്യമായി നമുക്കൊരു അറിവുണ്ടായിരിക്കണം. So I want to give this Bible study. അതുകൊണ്ട് ഈ വേദപഠന ക്ലാസ് നിങ്ങൾക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു. In these days you might have come across this word, be human. ഈ നാളുകളിൽ നാം ഈ ഒരു വാക്കിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടായിരിക്കാം. Be human. നിങ്ങൾ നല്ല മനുഷ്യരായി തീരുക. What is the meaning of this passage? ഈ ദൂതിന്റെ എന്താകുന്ന അർത്ഥം? Many girls, boys in their t-shirt, they are having this print, be human. പല ആൺകുട്ടികളും പല പെൺകുട്ടികളും തങ്ങളുടെ ടീഷർട്ടുകളിൽ ബി ഹ്യൂമൻ, അല്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരായി തീരുക എന്ന് എഴുതുന്നു. This is what God wants from the life of every human being. ഇതാകുന്നു ദൈവം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. God wants to change man, every fallen man, into a real human being. ഓരോ വീണുപോയ മനുഷ്യനെയും യഥാർത്ഥ ഒരു മനുഷ്യജീവിയാക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. In the place or in the standard which God created, God wants to see everyone. ദൈവം സൃഷ്ടിച്ചതായ അതേ നിലവാരത്തിൽ തന്നെ എല്ലാവരും കാണപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. When God created Adam and Eve, ദൈവം ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ with perfect nature God created them. അവരെ പൂർണ്ണമായ സ്വഭാവത്തോടുകൂടി ദൈവം സൃഷ്ടിച്ചു. Without any sin God created them. യാതൊരു പാപവും കൂടാതെ ദൈവം അവരെ സൃഷ്ടിച്ചു. When God created, ദൈവം അവരെ സൃഷ്ടിച്ചപ്പോൾ were created in body, soul and spirit. അവരെ ദേഹം ദേഹി ആത്മാവായി സൃഷ്ടിച്ചു. Let me start from the beginning. ആരംഭം മുതൽ ഞാൻ ആരംഭിക്കട്ടെ. And then it will be very easy to understand. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കുക വളരെ എളുപ്പമായിരിക്കും. I have given you 3 rounds. ഇവിടെ 3 വൃത്തം ഞാൻ വരച്ചിരിക്കുന്നു. The reason is that അതിന്റെ കാരണം ഇത്ര to show this is our body, ഇത് നമ്മുടെ ശരീരം, this is to show our soul, ഇത് നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ ദേഹിയെ കാണിക്കുന്നു, this is to our spirit, ഇത് നമ്മുടെ ആത്മാവിനെ കാണിക്കുന്നു. See, outer ring, it is our body, പുറമേയുള്ള വൃത്തം അത് നമ്മുടെ ശരീരം, and another one thing, that is our soul. മറ്റൊരു വളയമുണ്ട്, അത് നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ ദേഹി. The inner thing is spirit.
അകമേയുള്ളത് നമ്മുടെ ആത്മാവ്. Or we can call it in this way. ഇതിനെ നമുക്ക് ഈ രീതിയിൽ വിളിക്കാം. Inner man, അകത്തെ മനുഷ്യൻ, outer man, പുറമേയുള്ള മനുഷ്യൻ, and most outer man. അത് ഏറ്റവും പുറത്തുള്ള മനുഷ്യൻ. Praise be to his holy name. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം. When God created man, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ he took a clay in his hand, അവൻ കളിമണ്ണ് തന്റെ കൈകളിൽ എടുത്തു. and he created in his image, അവൻ തന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. and he breathed in his nostril. അവന്റെ മൂക്കിൽ അവൻ ഊതി. In Genesis chapter 2 we can read about that. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വായിക്കാം. See, when God created man, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ he formed man out of the dust of the ground, അവൻ നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് and breathed in his nostrils. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. He became living soul. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. First of all, God took the clay, ആദ്യമായി ദൈവം ഈ പൊടി അല്ലെങ്കിൽ കളിമണ്ണ് എടുത്ത് and he gave an image, അവൻ അതുകൊണ്ടൊരു രൂപമുണ്ടാക്കി. and he breathed in his nostrils. അവന്റെ മൂക്കിൽ അവൻ ജീവശ്വാസം ഊതി. This body is from earth, ഈ ശരീരം ഭൂമിയിൽ നിന്നുള്ളത്, the spirit is from above. ഈ ആത്മാവ് മേലിൽ നിന്നുള്ളത്. When this spirit met this body, ഈ ആത്മാവ് ശരീരവുമായി ബന്ധപ്പെട്ടപ്പോൾ the soul was created. ഈ പ്രാണൻ അല്ലെങ്കിൽ ദേഹി അവിടെ സൃഷ്ടിക്കപ്പെട്ടു. This body from beneath, ഈ ദേഹം എന്നത്, ശരീരം എന്നത് താഴെ നിന്നുള്ളത്, spirit it is from above. ആത്മാവ് മുകളിൽ നിന്നുള്ളത്. This is the byproduct of both the things. ഇത് രണ്ടും കൂടെ ചേർന്നിരിക്കുന്ന ഒരു കാര്യം. Now man became a living soul. ഇപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. This body has earthly nature. ഈ ശരീരത്തിന് ഭൗമിക സ്വഭാവമാകുന്നുള്ളത്. This spirit has heavenly nature. ഈ ആത്മാവിന് സ്വർഗീയ സ്വഭാവമുണ്ട്. In between, this soul is there. ഇത് രണ്ടിനും ഇടയിലായി ഈ പ്രാണൻ അല്ലെങ്കിൽ ദേഹി കിടക്കുന്നു. When God created, ദൈവം സൃഷ്ടിച്ചപ്പോൾ he breathed his breath of life, അവൻ ജീവശ്വാസം അവന്റെ മൂക്കിൽ ഊതി. not the Holy Spirit, പരിശുദ്ധാത്മാവല്ല, but he breathed his breath of life. എങ്കിലും അവന്റെ ശ്വാസം, അവന്റെ ജീവശ്വാസം അത്ര അവൻ ഊതിയത്. It entered into man, അത് മനുഷ്യനിൽ പ്രവേശിച്ചു. and it created soul. അത് അവനിൽ ഒരു പ്രാണനെ ഉരുവാക്കി. Praise be to his holy name. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം. How it happened? എങ്ങനെ അത് സംഭവിച്ചു? When it happened, എപ്പോഴാകുന്നു സംഭവിച്ചത്? when he created, what happened? അവൻ സൃഷ്ടിച്ചപ്പോൾ എന്താകുന്നു സംഭവിച്ചത്? That we should know very well. അത് നാം വളരെ നന്നായി മനസ്സിലാക്കണം. Praise be to his holy name. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം. Our body, നമ്മുടെ ശരീരം, what we see, നാം ഇപ്പോൾ കാണുന്നത്, it is from earth. അത് ഭൂമിയിൽ നിന്നുള്ളത്. It is not at all from heaven. അത് ഒരിക്കലും സ്വർഗത്തിൽ നിന്നുള്ളതല്ല. It has all the elements of this world. അത് ഈ ഭൂമിയുടെ സകല മൂലകങ്ങളും അടങ്ങിയിരിക്കുന്നു. By that only this body is created. അത് വെച്ചാകുന്നു ഈ ഭൂമിയെ, ഈ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. But when God breathed in his nostrils, എങ്കിലും ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ, when God imputed his spirit, ദൈവം തന്റെ ആത്മാവിനെ അവനിൽ വെച്ചപ്പോൾ, that living soul was created. ആ ജീവനുള്ള ദേഹി ഉരുവാക്കപ്പെട്ടു. Because of that, അത് നിമിത്തമായി man lived a perfect life in the Garden of Eden. മനുഷ്യൻ ഈ ഏദൻ തോട്ടത്തിൽ ഒരു പൂർണ്ണ ജീവിതം നയിക്കുകയുണ്ടായി. But in the spirit, in the soul, God gave a free will unto him. അവന്റെ പ്രാണനിൽ, അവന്റെ ദേഹിയിൽ ദൈവം അവന് ജീവിപ്പാനായി ഒരു സ്വന്ത ഇഷ്ടത്തെ നൽകി കൊടുത്തു. Free will dwelt in this soul. ഒരു സ്വതന്ത്രമായ ഇഷ്ടം അവന്റെ ദേഹിയിൽ വസിച്ചു. And because of the free will, he committed sin. ഈ സ്വതന്ത്രമായ ഇഷ്ടം നിമിത്തമായി അവൻ പാപം ചെയ്തു. He was enticed by the words of devil, പിശാചിന്റെ വചനത്താൽ അവൻ വശീകരിക്കപ്പെട്ടിട്ട്, and he became sinner. അവനൊരു പാപിയായി തീർന്നു. Take this light. ഈ വെളിച്ചത്തെ എടുക്കുക. For an example, this is a bulb. ഉദാഹരണത്തിനായി ഇതൊരു ബൾബായിരിക്കുന്നു വിചാരിക്കുക. It has no life. അതിന് യാതൊരു ജീവനുമില്ല. When electricity comes, എങ്കിലും വൈദ്യുതി അതിൽ കടന്നു വരുമ്പോൾ, and the tungsten gives light. അതിലുള്ള ടങ്സ്റ്റൺ അതിന് വെളിച്ചത്തെ നൽകി തരുന്നു. 3 things are there. 3 കാര്യങ്ങൾ അതിലുണ്ട്. Bulb, അവിടെ ബൾബുണ്ട്, it has no life. അതിന് ജീവനില്ല. We can compare this a light with our body. ഈ ബൾബിനെ നമ്മുടെ ശരീരമായി നമുക്ക് എടുക്കാം. And another one is electricity. മറ്റൊന്ന് വൈദ്യുതി. It is from outside. അത് പുറമേ നിന്നുള്ളത്. It is power. അത് ശക്തിയായിരിക്കുന്നു. But it cannot give brightness. എങ്കിലും അതിന് ശോഭ നൽകി തരുവാൻ കഴിയുകയില്ല. That electricity we can compare to our spirit. ഈ വൈദ്യുതിയെ നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ ആത്മാവിനോട് നമുക്ക് ഉപമിക്കാം. When the spirit meets this light, when the electricity meets this light, ഈ വൈദ്യുതി ഈ വിളക്കുമായി ഒന്നിച്ചു ചേരുമ്പോൾ, that time it gives light. ആ സമയത്ത് അത് വെളിച്ചത്തെ നൽകുന്നു. It gives brightness. അത് ശോഭയെ We നൽകുന്നു. can compare this brightness with our living soul. ഈ ശോഭയെ നമുക്ക് നമ്മുടെ ജീവനുള്ള ദേഹിയായി എടുക്കാം. Like that, God sent his spirit. By that spirit, our body is quickened
and the living soul was created. അങ്ങനെ ദൈവം തന്റെ ആത്മാവിനെ അയച്ച് ആ ആത്മാവ് നിമിത്തമായി നമ്മുടെ ഈ ശരീരം ജീവിപ്പിക്കപ്പെട്ട് അങ്ങനെ ജീവനുള്ള ദേഹിയെ സൃഷ്ടിക്കപ്പെട്ടു. Praise be to his holy name. ദൈവത്തിന്റെ പരിശുദ്ധനാമം In the വാഴ്ത്തപ്പെടട്ടെ. book of 1 Thessalonians chapter 5 verse 23, when we read, 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം നാം വായിക്കുമ്പോൾ here clearly St. Paul says, ഇവിടെ വളരെ വ്യക്തമായി വിശുദ്ധ പൗലോസ് പറയുന്നു, let your body, നിങ്ങളുടെ ശരീരം, a soul ആത്മാവ്, and spirit. പ്രാണനും. He doesn't say let your spiritual life. നിങ്ങളുടെ ആത്മീക ജീവിതം എന്ന് വെറുതെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. But he is dividing and say, അതിനെ വിഭജിച്ചുകൊണ്ട് അവൻ പറയുന്നു, and the very God of peace sanctify you wholly. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. I pray God that the whole spirit and soul and body be preserved blameless unto the coming of the Lord Jesus Christ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. Let your spirit, നിങ്ങളുടെ ആത്മാവ് and soul, നിങ്ങളുടെ പ്രാണൻ, and spirit ദേഹം are three different things. 3 വ്യത്യസ്ത കാര്യങ്ങൾ. How God is triune, എങ്ങനെ ദൈവം ത്രിത്വമായിരിക്കുന്നുവോ like that God has created us in triune being. അതേപോലെ തന്നെ ഒരു ത്രിത്വജീവിയായി ദൈവം നമ്മെ സൃഷ്ടിച്ചു. Many they don't believe God as triune. അനേകരും ദൈവത്തിന്റെ ത്രിത്വ സ്വഭാവത്തിൽ വിശ്വസിക്കുന്നില്ല. God is Father, ദൈവം പിതാവായിരിക്കുന്നു, Son Jesus Christ, അതുപോലെ പുത്രനായ കർത്താവായ യേശു and ക്രിസ്തു, Holy Spirit. അതുപോലെ പരിശുദ്ധാത്മാവ്. These three are one. ഇവര് മൂവരും ഒന്ന് തന്നെ. God is three. ദൈവം ഇവിടെ 3 വ്യത്യസ്ത രൂപങ്ങളിൽ കാണപ്പെടുന്നു. 1 in 3, 3 in 1. 1-ൽ 3, 3-ൽ 1. So when God created man, അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ Bible very clearly says, വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, let us created man in our own image and likeness. നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. Let us, God says, let us created. Let us create. നാം അങ്ങനെ സൃഷ്ടിക്കാമെന്ന് ദൈവം പറയുന്നു. What is the meaning of that? അതിന്റെ അർത്ഥം എന്ത്? They were triune being. അവർ 3 ത്രിത്വമായി കാണപ്പെട്ടതുപോലെ God did not say, let me create. ഞാൻ സൃഷ്ടിക്കട്ടെ എന്ന് പറഞ്ഞില്ല. But God said, let us create. എങ്കിലും ദൈവം പറഞ്ഞത് നാം സൃഷ്ടിക്കുക എന്നാകുന്നു. In that, in many places we can see the triune form of God. പല സ്ഥലങ്ങളിലും ഈ ദൈവത്തിന്റെ ഈ ത്രിത്വം നമുക്ക് കാണുവാൻ കഴിയും. But when God created man, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ he created as triune being, അവനെ ഒരു ത്രിത്വമായി സൃഷ്ടിച്ചു. that he should understand what is the purpose of God behind that. ദൈവത്തിന്റെ അതിന് പിന്നിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്തെന്ന് അവൻ മനസ്സിലാക്കി എടുക്കേണ്ടതിന്. Here I have showed it in different way. ഇവിടെ ഞാൻ മറ്റൊരു രീതിയിൽ ഞാൻ പറയാം. This is body, ഇത് ശരീരം, the spirit, ഇത് ആത്മാവ്, soul. അത് പ്രാണൻ അല്ലെങ്കിൽ ദേഹി. It has different works. ഇതിന് 3-നും വ്യത്യസ്തമായ പ്രവൃത്തികളുണ്ട്. Body has its own works, ശരീരത്തിന് അതിന്റേതായ പ്രവൃത്തി, and spirit has its own work, ആത്മാവിന് അതിന്റേതായ പ്രവൃത്തി, soul has its own work. അതുപോലെ പ്രാണന് അതിന്റേതായ പ്രവൃത്തി. All these things are God has given to understand the mind of God. ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കേണ്ടതിനാകുന്നു ഈ 3 കാര്യങ്ങളും ദൈവം നൽകിയിരിക്കുന്നത്. Especially this body. ഉദാഹരണത്തിന് ശരീരം. This body is a literal body. ഈ ശരീരം എന്നത് അക്ഷരീക ശരീരം. It is focusing this world. അത് ഈ ലോകത്തിൽ കേന്ദ്രീകരിച്ച് This is connected with this world. അത് ഈ ലോകത്തോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. It sees the world. അത് ലോകത്തെ കാണുന്നു. It hears from the world. അത് ലോകത്തിൽ നിന്നും കേൾക്കുന്നു. Or it understands what is happening in this world. ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കുന്നു. It feels the weather. അത് കാലാവസ്ഥയെ മനസ്സിലാക്കുന്നു. Because this body is directly related with these worldly things, worldly affairs. എന്തുകൊണ്ടെന്നാൽ ഈ ശരീരം എന്ന് ലൗകിക കാര്യങ്ങളുമായി ലോകത്തോട് ഒന്നോടൊന്ന് ബന്ധിക്കപ്പെട്ട് കാണപ്പെടുന്നു. This body is world conscious, I can say. ഈ ശരീരം എന്നത് ലൗകിക ഉണർവുള്ളത് എന്ന് എനിക്ക് പറയുവാൻ കഴിയും. It is always worldly conscious. അതെപ്പോഴും ലൗകിക മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്നു. Because it sees. എന്തുകൊണ്ടെന്നാൽ അത് കാണുന്നു, It understands. അത് മനസ്സിലാക്കുന്നു, We speak. അത് പറയുന്നു, സംസാരിക്കുന്നു. We can feel. അതുകൊണ്ട് നമുക്ക് തോന്നലും ഉണ്ടാകുന്നു. Praise be to His holy name. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. This body ഈ ശരീരം always concentrate on worldly things. എപ്പോഴും ലൗകികമായ കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. To eat, തിന്നുവാനും, to drink, കുടിപ്പാനും, to take rest, അതുപോലെ വിശ്രമിപ്പാനും, to enjoy, അതുപോലെ സന്തോഷിക്കുവാനും, to laugh and sing and dance. ചിരിക്കുവാനും, പാടുവാനും, നൃത്തം ചെയ്യുവാനും. Always this body likes worldly pressure. എപ്പോഴും ഈ ശരീരം ലൗകിക ഇമ്പങ്ങളെ താല്പര്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. This body is against spirit. ഈ ശരീരം എന്നത് ഈ ആത്മാവിന് വിരോധമായിരിക്കുന്നു. It doesn't cooperate with spirit. അത് ഒരിക്കലും ആത്മാവുമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നില്ല. In the Garden of Eden, ഏദൻ തോട്ടത്തിൽ before their fall,
അവരുടെ വീഴ്ചയ്ക്ക് മുൻപായി they had a perfect coordination. അവർക്കൊരു പൂർണ്ണമായ ഒരു സഹകരണം ഉണ്ടായിരുന്നു. But after the fall of man, എങ്കിലും മനുഷ്യന്റെ വീഴ്ചയ്ക്ക് the ശേഷം perfect coordination they lost. ഈ പരിപൂർണ സഹകരണം അവരുടെ ജീവിതത്തിൽ നഷ്ടമായി. And now the body wants to act independently. ഇപ്പോൾ ഈ ശരീരത്തിന് സ്വതന്ത്രമായി പ്രവർത്തിപ്പാൻ താല്പര്യം. Let me give some reasonings. ഞാൻ അതിന് ചില കാരണങ്ങൾ പറയട്ടെ. Praise be to His holy name. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം. This body, ഈ ശരീരം it very well know അതിന് നന്നായി അറിയാം this body will not inherit the kingdom of God. ഈ ശരീരം ഒരിക്കലും ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല എന്ന് നന്നായി അറിയാം. Word of God says, ദൈവത്തിന്റെ വചനം പറയുന്നു, flesh and blood cannot inherit the kingdom of God. ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. Whatever this body, ഈ it ശരീരം is until we have life. ഈ ശരീരം എന്തു തന്നെ ആയാലും നമുക്ക് ജീവനുള്ളിടത്തോളം കാലം മാത്രമേ ഉള്ളൂ. After our death, നമ്മുടെ മരണത്തിന് ശേഷം therefore we bury our body. അതുകൊണ്ട് നാം നമ്മുടെ ശരീരത്തെ അടക്കം ചെയ്യുന്നു. Some they burns the dead body. ചില ആളുകളാണെങ്കിൽ മരിച്ച ശവശരീരത്തെ അവർ ദഹിപ്പിച്ച് കളയുന്നു. We don't care whether it is buried or whether it is burned. അതിനെ അടക്കം ചെയ്യുന്നു അതല്ലെങ്കിൽ ദഹിപ്പിച്ച് കളയുമോ എന്നത് നാം ചിന്തിക്കുന്ന ഒരു കാര്യമല്ല. It is not going to be continued in the eternity. അത് നിത്യതയിൽ ഇങ്ങനെ തുടർന്നു പോകുകയുമില്ല. We only for this literal life this body is given. ഈ അക്ഷരികമായ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ശരീരത്തെ നൽകപ്പെട്ടിരിക്കുന്നു. This body knows this truth very well. ഈ ശരീരത്തിന് ഈ സത്യം നന്നായി അറിയാം. So this body what it does, അതുകൊണ്ട് ഈ ശരീരം എന്ത് ചെയ്യുന്നു? it wants to enjoy this world now itself. ഈ ലോകത്തെ ഇപ്പോൾ തന്നെ ആസ്വദിപ്പാൻ അത് ശ്രമിക്കുന്നു. This body wants to enjoy heaven down in this world. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തെ അത് അനുഭവിപ്പാൻ ഈ ശരീരം ആഗ്രഹിക്കുന്നു. This body wants heaven here now itself. ഈ ഭൂമിയിൽ തന്നെ സ്വർഗം ഇപ്പോൾ തന്നെ വേണമെന്ന് ഈ ശരീരം ആഗ്രഹിക്കുന്നു. So that only it eats as much as it possible. അതുകൊണ്ടാകുന്നു അതിന് തിന്നുവാൻ കഴിയുന്നിടത്തോളം അത് തിന്നുന്നത്. It tries to drink. അത് കുടിക്കുവാൻ ശ്രമിക്കുന്നു. It wants timely pleasure. അതിന് സമയത്തിനനുസരിച്ചുള്ള സന്തോഷമൊക്കെയും വേണം. It wants rest. അതിന് വിശ്രമം വേണം. This body says, ഈ ശരീരം പറയുന്നത് don't pray, പ്രാർത്ഥിക്കേണ്ട, don't take fast, ഉപവസിക്കേണ്ട, don't go to the presence of God. ദൈവസന്നിധിയിലേക്ക് കടന്നു പോകേണ്ട. Why it says so? എന്തുകൊണ്ട് അത് അപ്രകാരം പറയുന്നു? If you pray, you feel pain in your legs. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കാലിന് വേദന എടുക്കും. If you take fast, you will become feeble. നിങ്ങൾ ഉപവാസം എടുക്കുന്നെങ്കിൽ നിങ്ങൾ ബലഹീനരായി തീരും. If you go to the presence of God, നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നുപോയാൽ you cannot sleep. നിങ്ങൾക്ക് ഉറങ്ങുവാൻ കഴിയുകയില്ല. This body very well know, ഈ ശരീരത്തിന് നന്നായി അറിയാൻ കാര്യം, it is always against the spiritual life. അതെപ്പോഴും ആത്മീയ ജീവിതത്തിന് വിരോധമായി കാണപ്പെടും. If this body yield itself to the spirit, ഈ ശരീരം ഈ ആത്മാവിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ it cannot fulfill its lust. അതിന് അതിന്റെ രാഗമോഹങ്ങളെ നിവർത്തിപ്പാൻ കഴിയുകയില്ല. It has its own lust. അതിന് അതിന്റേതായ മോഹങ്ങളുണ്ട്. Getting my point? ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നു. This body, it is a earthly conscience. ഈ ശരീരം എന്നത് എപ്പോഴും ഭൗമികമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. I want earth. എനിക്ക് വേണം, എനിക്കെല്ലാം വേണം. I want to eat, drink, I want to marry. എനിക്ക് തിന്നണം, കുടിക്കണം, അതുപോലെ എനിക്ക് സന്തോഷിക്കണം. I want to be happy. എനിക്ക് സന്തോഷമായി ഇരിക്കണം. There should not be any pain, യാതൊരു വേദനയും പാടില്ല, any hungry, യാതൊരു വിശപ്പും പാടില്ല, any thirst, യാതൊരു ദാഹവും പാടില്ല, any tension. യാതൊരു സമ്മർദ്ദവും പാടില്ല. I should have a peaceable life. എനിക്ക് വളരെ സമാധാനപരമായ ഒരു ജീവിതം വേണം. If a person live a spiritual life, ആത്മീയമായി വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലും first of all that attacks the body. ആദ്യമായി അത് ആക്രമിക്കുന്നത് നമ്മുടെ ശരീരത്തെ. He has to kneel down. താൻ മുട്ടുമടക്കണം. He has to spend his time in prayer and in Bible reading. തനിക്ക് സമയം വേദപുസ്തകം വായിപ്പാനും പ്രാർത്ഥിപ്പാനുമായി നീക്കിവെക്കണം. For spiritual things he should concentrate more. അതുപോലെ ആത്മീയമായ കാര്യങ്ങളിൽ താൻ ശ്രദ്ധ കൂടുതലായി ചെലുത്തണം. So this body, it is always against our spirit. അതുകൊണ്ട് ഈ ശരീരം എപ്പോഴും നമ്മുടെ ആത്മാവിന് വിരോധമായിരിക്കുന്നു. Another one thing, മറ്റൊരു കാര്യം, this soul. പ്രാണന്റെ കാര്യം, this soul is, it is a self-conscious. ഈ പ്രാണൻ ദേഹി എന്നത് അത് സ്വയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. This body is world conscious. ഈ ലോകം എന്നത് ഭൂമിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. This soul, it is self-conscious. എങ്കിലും ഈ പ്രാണൻ ദേഹി അതിൽ തന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. Why? എന്തുകൊണ്ട്? Now it is in a fallen state. ഇപ്പോൾ അത് വീണുപോയ അവസ്ഥയിൽ What it expects? അത് എന്ത് പ്രതീക്ഷിക്കുന്നു? Everyone should appreciate. എല്ലാവരും എന്നെ പ്രശംസിക്കണം. Everyone should praise me. എല്ലാവരും എന്നെ പുകഴ്ത്തണം. What I am doing, everyone should accept. ഞാൻ എന്ത് തന്നെ ചെയ്താലും അതെല്ലാവരും അംഗീകരിക്കണം. I should have glory, honor in the presence of others. എനിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ മാനവും ബഹുമാനവും ഒക്കെ ലഭിക്കണം. This is the desire of our soul. ഇതത്രേ നമ്മുടെ പ്രാണന്റെ ദേഹിയുടെ ആഗ്രഹം. In this time we are what others are speaking about me. ഈ സമയത്ത് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് സംസാരിക്കുന്നു? What is others' opinion about myself? മറ്റുള്ളവർക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കുന്നു? I should appear before others
as a godly or a spiritual. ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ ഞാനൊരു ഭക്തിയുള്ളവൻ അല്ലെങ്കിൽ ആത്മികനായി പ്രത്യക്ഷപ്പെടണം. We want to show something great in the presence of others. മറ്റുള്ളവരുടെ മുൻപിൽ നാം എന്തോ വലിയവരെന്ന് മഹാന്മാരെന്ന് നമ്മെ തന്നെ കാണിച്ചു കൊടുക്കണം. It has different parts. അതിന് പല ഭാഗങ്ങളുണ്ട്. Will, അതിനൊരു ഇഷ്ടമുണ്ട്, and mind, മനസ്സുണ്ട്, thinking capacity, അതിന് ചിന്തിക്കുവാനുള്ള കഴിവുണ്ട്, and emotions. അതുപോലെ അതിന് വികാരങ്ങളുണ്ട്. This is created by the Spirit. ഇത് ആത്മാവിനാൽ ജ്ഞാനത്തോട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. When Adam fell, എങ്കിലും ആദാം വീണുപോയപ്പോൾ but this connection is disconnected. ഈ ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെട്ടു. Now the Spirit of God has no connection with the Spirit. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് ഈ ആത്മാവുമായി ഒരു ബന്ധവുമില്ല. And this Spirit has no connection with the soul. ഈ ആത്മാവിന് പ്രാണനുമായി ദേഹിയുമായി ബന്ധമില്ല. Now everything acts independently. ഇപ്പോൾ മൂന്നും വ്യത്യസ്തമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. Body acts for its own. നമ്മുടെ ശരീരം അതിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നു. Soul, it's tried to act its own. പ്രാണൻ അതിന്റേതായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. Spirit tried to act its own. ആത്മാവ് അതിന്റേതായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. This soul, ഈ പ്രാണൻ always tried to please or to get glory, honor and praise. This type of self-conscience. എപ്പോഴും മാനവും പ്രശസ്തിയും ബഹുമാനവും ഒക്കെയും കാംക്ഷിച്ചുകൊണ്ട് ആ സ്വയത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. I, myself, I. ഞാൻ എന്റേത് എനിക്ക് എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. In the soul only I dwells. ഈ പ്രാണനിലാകുന്നു ഞാൻ എന്ന ഭാവം വസിക്കുന്നു. Self is there. അവിടെ സ്വയമുണ്ട്. Whatever we do, നാം എന്തു തന്നെ ചെയ്താലും by concentrating on self we are doing. നമ്മുടെ സ്വയത്തിൽ നാം ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാകുന്നു അത് ചെയ്യുന്നത്. We are going to job. നാം ജോലിക്ക് പോകുന്നു. What for? എന്തിനു വേണ്ടി? For ourselves. നമ്മുടെ സ്വന്തത്തിന് വേണ്ടി. We are studying. നാം പഠിക്കുന്നു. What for? എന്തിനു വേണ്ടി? For ourselves. നമ്മുടെ സ്വയത്തിന് വേണ്ടി. Many times we are praying. നാം പ്രാർത്ഥിക്കുന്നു. What for? എന്തിനു വേണ്ടി? To have something. ചിലതൊക്കെയും നമ്മുടെ സ്വയത്തിൽ പ്രാപിക്കേണ്ടതിന്. It concentrate. This soul always concentrates on self. ഈ ദേഹി എന്നത് പ്രാണൻ എന്നത് നമ്മുടെ സ്വയത്തിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. It doesn't allow to concentrate on others. മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിപ്പാൻ അത് അനുവദിക്കുന്നില്ല. We are not working for others' benefit. നാം മറ്റുള്ളവരുടെ ഏതെങ്കിലും ഉപകാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. In the depth of our heart there is a question, what I will get. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ എനിക്ക് എന്ത് കിട്ടും എന്നൊരു ചിന്ത നമുക്കുണ്ട്. I'm going for job, what I will get. ഞാൻ ജോലിക്ക് വേണ്ടി പോകുന്നു, എന്ത് എനിക്ക് കിട്ടും. I am getting married. I am going to marry, what I will get. ഞാൻ വിവാഹം കഴിപ്പാൻ പോകുന്നു, എനിക്ക് എന്ത് കിട്ടും. Oh, I am going to church, what I will get. ഞാൻ സഭയിൽ കടന്നു പോകുന്നു, എനിക്ക് എന്ത് കിട്ടും. There is a question, what I will get. എനിക്ക് എന്ത് കിട്ടും എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നു. Because this soul, it has self. എന്തുകൊണ്ടെന്നാൽ ഈ പ്രാണനിൽ ദേഹിയിൽ അതിനൊരു സ്വയം കാണപ്പെടുന്നു. What about the spirit? ഈ ആത്മാവിനെ കുറിച്ച് എന്ത് എപ്രകാരം? The spirit is God conscious. ഈ ആത്മാവ് എപ്പോഴും ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. Because it is given by God. എന്തുകൊണ്ടെന്നാൽ ദൈവത്താൽ നൽകപ്പെട്ടത്. It is from God. അത് ദൈവത്തിൽ നിന്നുള്ളത്. It is God given thing in our life. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് പ്രദാനം ചെയ്ത ഒരു കാര്യം. Though it is in our life, അത് നമ്മുടെ ജീവിതത്തിൽ തന്നെയെങ്കിലും as long as a person lives as a sinner, ഒരു മനുഷ്യൻ പാപിയായി ജീവിക്കുന്നിടത്തോളം കാലം this soul is in an inactive state. ഈ പ്രാണൻ ദേഹി എന്നത് ഒരു the spirit in an inactive state. യാതൊരു പ്രവൃത്തിയും ഇല്ലാത്ത ഒരവസ്ഥയിലായിരിക്കുന്നു, നിശ്ചല അവസ്ഥയിലായിരിക്കുന്നു. Okay, the spirit. Okay. ആത്മാവ്. Spirit has three parts. ആത്മാവിന് മൂന്ന് ഭാഗങ്ങൾ. Conscience, അത് മനസാക്ഷി, and intuition, അതുപോലെ inner voice, അകമയുള്ള സ്വരം, that fellowship. കൂട്ടായ്മ. This is the main part of the spirit. ഇതാകുന്നു ഈ ആത്മാവിന്റെ പ്രധാന ഘടകങ്ങൾ. It is a God given spirit. ഇത് ദൈവം നൽകി തന്ന ആത്മാവ്. Within the spirit there is conscience is there. ഈ ആത്മാവിൽ നമുക്ക് മനസാക്ഷിയുണ്ട്. And there is a intuition or the feeling, inner feeling is there. അതല്ലെങ്കിൽ ആന്തരികമായ ഒരു തോന്നൽ നമുക്കുണ്ട്. And fellowship, it wants to have fellowship with God. അതുപോലെ കൂട്ടായ്മയുണ്ട്, ദൈവമായി കൂട്ടായ്മ അത് ആഗ്രഹിക്കുന്നു. Praise be to his holy name. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം. This is a God given spirit. ഇത് ദൈവത്താൽ നൽകപ്പെട്ട ആത്മാവ്. This spirit want to dominate in our life. ഈ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. Body is world conscious. ഈ ശരീരം എന്നത് ലൗകികമായ ചിന്താഗതിയുള്ളത്. This soul, it is self conscious. ഈ പ്രാണൻ ദേഹി എന്നത് സ്വയത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. This spirit, it is God conscious. എങ്കിലും ഈ ആത്മാവ് എപ്പോഴും ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നു. Why God created in this way? എന്തുകൊണ്ട് ദൈവം ഇപ്രകാരം സൃഷ്ടിച്ചു? God is spirit. ദൈവം ആത്മാവായിരിക്കുന്നു. He cannot deal with body. അവന് ഈ ശരീരവുമായി ഇടപെടുവാൻ കഴിയുകയില്ല. God is spirit. ദൈവം ആത്മാവായിരിക്കും. He cannot deal with our soul. അവന് നമ്മുടെ പ്രാണനുമായി ഇടപെടുവാൻ കഴിയും. The spirit of God only deals with our spirit. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് എത്ര ഇടപെട്ടുകൊണ്ടിരിക്കുക. There is for an example,
God is there. ഉദാഹരണത്തിന് ദൈവം അവിടെ ഉണ്ട്. For an example, I am giving in this way. ഈ രീതിയിൽ ഞാൻ അതിനെ വിവരിക്കട്ടെ. God is spirit. ദൈവം ആത്മാവായിരിക്കുന്നു. He deals with our spirit. ദൈവം നമ്മുടെ ആത്മാവുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. He cannot directly deal with our body. അവന് നമ്മുടെ ശരീരവുമായി നേരിട്ട് ഇടപെടുവാൻ He കഴിയുകയില്ല. cannot directly deal with our soul. നമ്മുടെ പ്രാണനുമായി നേരിട്ട് ഇടപെടുവാൻ കഴിയുന്നില്ല. When he deals with our spirit, അവൻ നമ്മുടെ ആത്മാവുമായി ഇടപെടുമ്പോൾ this spirit should rule our soul. ഈ ആത്മാവ് നമ്മുടെ പ്രാണനെ ഭരിക്കണം. And the soul should rule our body. ഈ പ്രാണൻ നമ്മുടെ ശരീരത്തെ ഭരിക്കണം. In this way God has created us. ഈ രീതിയിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു. For this purpose God has created us. ഈ ഒരു ഉദ്ദേശത്തോടുകൂടി ദൈവം നമ്മെ സൃഷ്ടിച്ചു. God gave commandment to Adam. ദൈവം ആദാമിന് കൽപ്പന കൊടുത്തു. He executed that commandment in his life. അവൻ അവന്റെ ജീവിതത്തിൽ ആ കൽപ്പന പ്രകാരം ചെയ്തുകൊണ്ടേയിരുന്നു. Until he committed sin, this was the condition of his life. അവൻ പാപം ചെയ്യുന്നതുവരെയും ഇതായിരുന്നു അവന്റെ അവസ്ഥ. Even today he expects the same thing in our life. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്നും അവൻ പ്രതീക്ഷിക്കുന്ന കാര്യം ഇത് തന്നെ. That's why he has given us anointing. അതുകൊണ്ടാവുന്നു ദൈവം നമുക്ക് അഭിഷേകത്തെ നൽകി. What this anointing does, ഈ അഭിഷേകം എന്ത് ചെയ്യുന്നു? this anointing take control of our spirit. ഈ അഭിഷേകം നമ്മുടെ ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. When we yield ourselves to the leading of the Holy Spirit, നാം നമ്മെ തന്നെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ that won't lead our body. അത് നമ്മുടെ ശരീരത്തെ നടത്തുന്നില്ല. That won't lead our soul. അത് നമ്മുടെ പ്രാണനെ നടത്തുന്നില്ല. That will lead our spirit. അത് നമ്മുടെ ആത്മാവിനെ എത്രയോ നടത്തുന്നത്. That spirit should become stronger. ആ ആത്മാവ് ബലപ്പെട്ടു വരേണം. That inner man should become stronger. അകത്തെ മനുഷ്യൻ ബലപ്പെട്ടു വരേണം. The spiritual man should become stronger. ഈ ആത്മിക മനുഷ്യൻ പ്രബലപ്പെട്ടു വരേണം. The inner strength we should get more and more. അതല്ലെങ്കിൽ ആന്തരികമായ ശക്തി, അകത്തെ മനുഷ്യന്റെ ശക്തി നമുക്ക് കൂടുതലായി ലഭിക്കണം. When our inner man becomes strong, നമ്മുടെ അകത്തെ മനുഷ്യൻ ഏറ്റവും ബലവാനായിരിക്കുമ്പോൾ, by the power of God, when it will be strengthened, ദൈവത്തിന്റെ ശക്തിയാൽ അവൻ ബലപ്പെട്ടു വരുമ്പോൾ, it will rule our soul. അത് നമ്മുടെ പ്രാണനെ ഭരിക്കും. What it will do? അതെന്ത് ചെയ്യും? Don't be selfish. നീ സ്വാർത്ഥനാകരുത്. Help others. മറ്റുള്ളവരെ സഹായിക്കുക. Pray for others. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. Be compassionate to others. മറ്റുള്ളവരുടെ മനസ്സിലിവ് കാണിക്കുക. It will rebuke the soul. അത് പ്രാണനെ എപ്പോഴും ശാസിക്കും. You are always selfish. നിങ്ങൾ എപ്പോഴും ഒരു സ്വാർത്ഥനത്രേ. Oh, God loved me. ദൈവം എന്നെ സ്നേഹിച്ചു. Like that I should love others. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കും. Why you are selfish? എന്തുകൊണ്ട് നീ സ്വാർത്ഥനായിരിക്കുന്നു? So after we have come to this faith, അങ്ങനെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം God is giving us compassion towards others. ദൈവം മറ്റുള്ളവരോട് നമുക്കൊരു അനുകമ്പ ഉണ്ടാക്കുന്നു. That's why we are praying to others. അതുകൊണ്ടാവുന്ന മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത്. That's why we understand other burdens. അതുകൊണ്ടാവുന്ന മറ്റുള്ളവരുടെ ഭാരം നമുക്ക് മനസ്സിലാകുന്നത്. Otherwise we would have lived as a selfish people like before. അതല്ലെങ്കിൽ നാം മുമ്പിലിരുന്ന പോലെ നാം സ്വാർത്ഥരായി തന്നെ ജീവിക്കുമായിരുന്നു. This world everyone they are living as selfish. ഈ ലോകത്തിൽ എല്ലാവരും സ്വാർത്ഥരായി ജീവിക്കുന്നു. Even in one family husband is living as selfish, wife is living as selfish. ഒരേ കുടുംബത്തിൽ നിന്ന് ഭാര്യ സ്വാർത്ഥയായി ജീവിക്കുന്നു, ഭർത്താവ് സ്വാർത്ഥനായി ജീവിക്കുന്നു. I heard about a particular family. ഒരു പ്രത്യേക കുടുംബത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. They went to hotel. അവർ ഹോട്ടലിൽ കടന്നുപോയി. Husband paid for one of his child. ഭർത്താവ് തന്റെ ഒരു കുഞ്ഞിന് വേണ്ടി പൈസ കൊടുത്തു. And wife paid for other child. ഭാര്യ മറ്റേ കുഞ്ഞിന് വേണ്ടി പൈസ കൊടുത്തു. I am earning, I will pay for only one child. ഞാൻ സമ്പാദിക്കുന്നു, ഞാൻ ഒരു കുഞ്ഞിനെ പൈസ മുടക്കിയുള്ളൂ. Father said, I will pay for other child. പിതാവ് പറയുന്നു, ഞാൻ മറ്റേ കുഞ്ഞിന് വേണ്ടി പൈസ മുടക്കാം. They are selfish. അവർ സ്വാർത്ഥരത്രേ. See why it is happening. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു നോക്കുക. They are selfish. അവർ സ്വാർത്ഥരായിരിക്കുന്നു. Praise be to His holy name. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം. God has interfered in our life. എങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ Not to live us selfish, നാം സ്വാർത്ഥരായി ജീവിക്കേണ്ടതിനല്ല, but to live us spiritual. നാം ആത്മികരായി ജീവിക്കേണ്ടതിന്, or godly. അതല്ലെങ്കിൽ ഭക്തിയോടെ ജീവിക്കേണ്ടതിന്. So we should take the power from God. അതുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് ശക്തിയെ പ്രാപിക്കണം. Guidance from God. ദൈവത്തിൽ നിന്ന് നടത്തിപ്പ് പ്രാപിക്കണം. According to the word of God, ദൈവത്തിന്റെ വചനപ്രകാരം we should lead our soul. നാം നമ്മുടെ ആത്മാവിനെ നാം പ്രാണനെ നടത്തണം. This soul, when it get a guidance from the spirit, ഈ പ്രാണൻ അല്ലെങ്കിൽ ദേഹി ആത്മാവിൽ നിന്ന് നടത്തിപ്പ് പ്രാപിക്കുമ്പോൾ it will guide the body. അത് ശരീരത്തെ നടത്തിക്കൊള്ളും. It will say, don't go to cinema. അത് പറയും, നീ സിനിമയ്ക്ക് പോകരുത്. This body wants rest. ഈ ശരീരത്തിന് വിശ്രമം വേണം. It wants drink and food and everything. അതിന് തിന്നുകയും കുടിക്കുകയും വേണം. This spirit will say, എങ്കിലും ആത്മാവ് ഇപ്രകാരം പറയും, soul, you don't allow that. പ്രാണനെ നീ അത് അനുവദിച്ചു കൊടുക്കുക. What the soul will say? പ്രാണൻ എന്ത് പറയും? I want to become holy. എനിക്ക് വിശുദ്ധനായി തീരണം. So body, what you like, I won't permit that. അതുകൊണ്ട് ശരീരമേ, നീ എന്താഗ്രഹിച്ചാലും ഞാനത് നൽകി തരികയില്ല. Now the soul is ruling in our life. അങ്ങനെ പ്രാണൻ നമ്മുടെ ജീവിതത്തിൽ ഭരിക്കുന്നതായി തീരും. If soul is rules in our life, ഈ പ്രാണൻ നമ്മുടെ ജീവിതത്തെ ഭരിക്കുമ്പോൾ that man is spiritual. ആ മനുഷ്യൻ ആത്മികനായി തീരുന്നു. Whether we have to understand whether spirit is leading or body is leading
leading us. നാം ശരിയായി നമ്മെ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ആത്മാവാകുന്നു നമ്മെ ഭരിക്കുന്നത്, അതോ നമ്മുടെ ശരീരമാകുന്നു നമ്മെ We are ഭരിക്കുന്നത്? getting guidance from God, നാം ദൈവത്തിൽ നിന്ന് നടത്തിപ്പ് പ്രാപിച്ച്, and we are getting the word of God. നാം ദൈവത്തിന്റെ വചനത്തെ പ്രാപിച്ച്, First of all, we control our soul. ആദ്യമായി നമ്മുടെ പ്രാണനെ നാം നിയന്ത്രിക്കും. Through our soul, we control our body. നമ്മുടെ പ്രാണനിൽ കൂടെ നാം ശരീരത്തെ നിയന്ത്രിക്കും. Now our soul and body is under the control of spirit. ഇപ്പോൾ നമ്മുടെ പ്രാണനും അതുപോലെ നമ്മുടെ ശരീരവും ഒക്കെയും നമ്മുടെ ആത്മാവിന്റെ If നിയന്ത്രണത്തിലായിരിക്കും. soul and spirit, soul and body is under the control of spirit, ഈ പ്രാണനും ശരീരവും ആത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലായി തീർന്നാൽ that person is spiritual. ആ മനുഷ്യൻ ആത്മീകനായിരിക്കുന്നു. Now you say, ഇപ്പോൾ നിങ്ങൾ പറയും, what is controlling you? എന്താകുന്നു നിങ്ങളെ നിയന്ത്രിക്കുന്നത്? Is it body is controlling you? ശരീരം നിങ്ങളെ നിയന്ത്രിക്കുന്നുവോ? Is it soul is controlling you? അതോ പ്രാണൻ നിങ്ങളെ നിയന്ത്രിക്കുന്നുവോ? Is it spirit is controlling you? ആത്മാവ് നിങ്ങളെ നിയന്ത്രിക്കുന്നുവോ? If body is controlling, ശരീരം നിയന്ത്രിക്കുന്നുവെങ്കിൽ other way around also it can control. മറ്റൊരു രീതിയിലും അത് നിയന്ത്രിക്കുകയില്ല. For an example, ഉദാഹരണത്തിന് Satan, സാത്താൻ what it does, അവൻ എന്ത് ചെയ്യും? it controls it doesn't control it cannot control our spirit, it control our soul. അവന് നമ്മുടെ ആത്മാവിനെ നിയന്ത്രിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ദേഹിയെ അവൻ നിയന്ത്രിക്കും. Because it has 3 parts. എന്തുകൊണ്ടെന്നാൽ അവന് 3 ഘടകങ്ങളുണ്ട്. Will, ഇഷ്ടം, emotion, വികാരങ്ങൾ, and thoughts, mind. അതുപോലെ മനസ്സ്. What it does, അവൻ എന്ത് ചെയ്യും? it immediately take controls of our soul. അവൻ നമ്മുടെ പ്രാണനെ നിയന്ത്രണത്തിൽ ഏറ്റെടുക്കും. And it take control of our body too. നമ്മുടെ ശരീരത്തെയും നിയന്ത്രണത്തിൽ ഏറ്റെടുക്കും. What it says, അവൻ എന്ത് പറയും? see, you have all ability. നോക്കുക, നിനക്ക് എല്ലാ കഴിവുകളും ഉണ്ടല്ലോ. You have experience. നിനക്ക് പരിചയമുണ്ട്. You have education. നിനക്ക് വിദ്യാഭ്യാസമുണ്ട്. You have mind and everything. നിനക്ക് മനസ്സുണ്ട്, എല്ലാം ഉണ്ട്. Why you should live a godly life? എന്തുകൊണ്ട് നീ ഭക്തിയുള്ള ഒരു ജീവിതം നയിക്കണം? By your physical strength you can do something. നിന്റെ ശാരീരിക ബലം കൊണ്ട് എന്തെങ്കിലും നിനക്ക് ചെയ്യുവാൻ You കഴിയും. have finance. By that you can manage your life. നിന്റെ പണം കൊണ്ട് നിനക്ക് നിന്റെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ You കഴിയും. have good family. Why you need of God? നിനക്ക് നല്ലൊരു കുടുംബമുണ്ട്, പിന്നെ എന്തിനും ദൈവത്തിന് നിനക്ക് വേണം. You have good friends and relative circle. Why you need of God? നല്ല സുഹൃത്തുക്കളും അതുപോലെ തന്നെ നല്ല ബന്ധുമിത്രാദികളും ഒക്കെയും ഉണ്ട്. നിനക്ക് എന്തിനു ദൈവത്തെ വേണം? In this world you have to build up many things. ഈ So why ലോകത്തിൽ you should spend your time in the presence of God? ഈ ലോകത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ സമയം കളയണം? Why you should pray? എന്തുകൊണ്ട് നീ Why പ്രാർത്ഥിക്കണം? you should read the word of God? എന്തിനു ദൈവത്തിന്റെ വചനം വായിക്കണം? This it makes a man soulish or selfish. അത് ആ മനുഷ്യനെ ഒരു സ്വാർത്ഥനാക്കി സ്വയ ചിന്തയുള്ളവനാക്കി തീർക്കുന്നു. I should become great. ഞാൻ വലിയവനായി തീരണം. I should have everything. എനിക്കെല്ലാം വേണം. I should have name, fame and everything. എനിക്ക് പേര്, പ്രശസ്തി ഒക്കെയും വേണം. It doesn't allow to obey to the guidance of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ അനുസരിപ്പാനായി അവൻ കൂട്ടാക്കുന്നില്ല. This soul, what it does now, ഈ പ്രാണൻ ഇപ്പോൾ എന്ത് ചെയ്യും? it suppress the spirit. അത് ആത്മാവിനെ അത് ഞെരുക്കി കളയുന്നു. It compromise with the spirit. അത് ആത്മാവുമായി ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നു. It quenches the conscience. അത് മനസാക്ഷിയെ കെടുത്തി കളയുന്നു. It quenches our fellowship, what we should have with God. ദൈവവുമായി നമുക്ക് ഉണ്ടായിരിക്കേണ്ട ആ കൂട്ടായ്മയെ അത് കെടുത്തി കളയുന്നു. And it execute everything in our body. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രിച്ച് ചെയ്യുവാൻ തുടങ്ങുന്നു. Now the body has control over soul and spirit. ഇപ്പോൾ ശരീരത്തിന് ഈ ആത്മാവിന്റെ മേലും അതുപോലെ പ്രാണന്റെ മേലും നിയന്ത്രണം വന്നിരിക്കുന്നു. The soul has control over our body and spirit. അതുപോലെ നമ്മുടെ പ്രാണന് നമ്മുടെ ആത്മാവിന്റെ മേലും അതുപോലെ ശരീരത്തിന്റെ മേലും നിയന്ത്രണം വന്നിരിക്കുന്നു. It is not ourselves. അത് നമ്മിൽ Not be by ourselves. നമുക്ക് സ്വന്തമായിട്ടല്ല. It is by the outward force. അത് പുറമേയുള്ള ബാഹ്യ ശക്തിയാൽ അങ്ങനെ സംഭവിക്കുന്നു. World is attracting. ലോകം ആകർഷിക്കുന്നു. It is attracting our soul. നമ്മുടെ പ്രാണനെ അത് It ആകർഷിക്കുന്നു. is attracting our body. അത് നമ്മുടെ ശരീരത്തെ ആകർഷിക്കുന്നു. Now we want to fulfill the lust of our flesh. ഇപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ രാഗമോഹങ്ങളെ നിവർത്തിപ്പാൻ നാം ആഗ്രഹിക്കുന്നു. No, I want to sleep. എനിക്ക് ഉറങ്ങണം. No, I want to eat. എനിക്ക് തിന്നണം. No, I want to go for sightseeing. എനിക്ക് കാഴ്ച കാണുവാൻ പോകണം. No, I want to spend my time as I like. എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഇപ്പോൾ എനിക്ക് സമയം ചെലവഴിക്കണം. TV, internet, whatever things it may be, in that I want to spend my time. TV ആയാലും ഇന്റർനെറ്റ് ആയാലും എന്ത് തന്നെ ആയാലും അതിന് ഞാൻ സമയം ചെലവഴിക്കണം. Even that soul also accompany that. ഇപ്പോൾ പ്രാണനും അത് അതിനോട് ചേർന്ന് പോകുന്നു. But the spirit is ineffective. ആത്മാവ് അവിടെ യാതൊരു ബലവുമില്ലാതെ ആയിരിക്കുന്നു. That person is carnal. ആ വ്യക്തി പ്രാകൃതനായ മനുഷ്യൻ, ജഡികനായ മനുഷ്യൻ. See, now we have to judge ourselves whether we are spiritual or selfish or carnal. നാം ആത്മികരോ അതോ സ്വാർത്ഥരോ അതോ പ്രാകൃതരോ അല്ലെങ്കിൽ ജഡികരോ എന്ന് നാം നമ്മെ തന്നെ Now വിധിക്കും. your conscience will say, നിങ്ങളുടെ മനസ്സാക്ഷി ഇപ്പോൾ പറയും, yes, I am spiritual.
അതെ, ഞാൻ ആത്മീകനായിരിക്കുന്നു. According to the very mind of God, I am doing everything. ദൈവത്തിന്റെ അതേ മനസ്സുപോലെ ഞാൻ കാര്യങ്ങളൊക്കെയും I am ചെയ്യുന്നു. not fulfilling the lust of my body. ഞാൻ എന്റെ ശരീരത്തിന്റെ ജഡമോഹങ്ങളെ ഞാൻ I നിവർത്തിച്ചിട്ടില്ല. am not living a selfish life. ഞാനൊരു സ്വാർത്ഥ ജീവിതം നയിക്കുന്നില്ല. I am spiritual. ഞാൻ ആത്മീകൻ. Other hand, മറുഭാഗത്ത് your conscience will say, നിങ്ങളുടെ മനസാക്ഷി പറയും, no, you are selfish. ഇല്ല, നിങ്ങൾ You സ്വാർത്ഥനത്തിൽ, neither obey God, നിങ്ങൾ ദൈവത്തെയും അനുസരിക്കുന്നില്ല, nor follow the advice of saints. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ, വിശുദ്ധന്മാരുടെ ആലോചനയും ഉപദേശത്തെയും നീ അനുസരിക്കുന്നില്ല. You are not spirit is not guiding you. ആത്മാവല്ല നിന്നെ നടത്തുന്നത്. Whatever you are doing, നീ എന്ത് തന്നെ ചെയ്താലും you are doing for yourself. അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ For ചെയ്യുന്നു. your praise, for your glory, you are doing everything. നിങ്ങളുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി അത്രേ ചെയ്യുന്നത്. So don't think you are spiritual, you are selfish. അതുകൊണ്ട് നിങ്ങൾ ആത്മീകരെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ സ്വാർത്ഥരത്രേ. Otherwise, at the other hand, മറുഭാഗത്ത് your conscience may say, നിങ്ങളുടെ മനസാക്ഷി പറഞ്ഞേക്കാം, you neither spiritual nor selfish, but you are totally carnal. നിങ്ങൾ ആത്മീകരുമല്ല, നിങ്ങൾ സ്വാർത്ഥനുമല്ല, നിങ്ങൾ മുറ്റിലുമായി മുഴുവനായി പ്രാകൃതനായിരിക്കുന്നു, ജഡികനായിരിക്കുന്നു. Only to eat and drink you are living. തിന്നാനും കുടിക്കുവാനും വേണ്ടി മാത്രമാവുന്ന നിങ്ങൾ ജീവിക്കുന്നു. You are only concentrating on your body. നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. Only you are concentrating on your present life. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ കുറിച്ച് മാത്രം You ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. don't have a vision about tomorrow. നാളത്തെ കുറിച്ചൊരു ചിന്ത You നിങ്ങൾക്കില്ല. don't have a vision about future. ഭാവിയെ കുറിച്ചൊരു ദർശനം നിങ്ങൾക്കില്ല. Now we will ask the question to ourselves. ഇപ്പോൾ നാം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കും, Am I spiritual? ഞാൻ ആത്മീകനോ? Is it really I am a spiritual? ഞാൻ യഥാർത്ഥത്തിൽ ഒരു ആത്മീകനോ? Is it really I am living a godly life? യഥാർത്ഥമായി ഞാനൊരു ദൈവിക ജീവിതം നയിക്കുന്നുവോ? Or unfortunately, am I living a selfish life? നിർഭാഗ്യകരമായി ഞാനൊരു സ്വാർത്ഥ ജീവിതം നയിക്കുന്നുവോ? Or am I living a carnal life? ഞാനൊരു പ്രാകൃത ജഡിക ജീവിതം നയിക്കുന്നുവോ? We should come out of this. നാം അതിൽ നിന്ന് പുറത്തു വരേണം. First of all, where we are. ആദ്യമായി നാം എവിടെയായിരിക്കുന്നു? You need not to tell to me, നിങ്ങൾ എന്നോട് പറയണമെന്നില്ല, but tell to God. എങ്കിലും ദൈവത്തോട് പറയുക, Lord, still I am selfish, Lord. കർത്താവേ, ഞാൻ ഇപ്പോഴും സ്വാർത്ഥനായിരിക്കുന്നു, Still I am earthly. ഇപ്പോഴും ഞാൻ ഭൗമികനത്രേ, I am earthly minded. ഞാൻ ഭൗമിക മനസ്സുള്ളവൻ, I am carnal minded. ഞാൻ പ്രാകൃത മനസ്സുള്ളവൻ, I am living a fleshly life. ഞാനൊരു ജഡിക ജീവിതം നയിക്കുന്നു. Worldly things, earthly things, ലൗകിക കാര്യങ്ങൾ, ഭൗമിക കാര്യങ്ങൾ, it dominates my spiritual life. അതെന്റെ ആത്മിക ജീവിതത്തെ കർത്തൃത്വം I am നടത്തുന്നു. giving first priority to my body. ഞാൻ മുൻഗണന കൊടുക്കുന്നത് എന്റെ ശരീരത്തിനത്രേ. I am giving pleasure. I am living for earthly pleasures. ഞാൻ ലൗകിക ഇമ്പങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. I am living only for my selfish things. ഞാൻ സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, സ്വയത്തിനു വേണ്ടി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. If you are under this two bondages, ഈ രണ്ട് ബന്ധനത്തിന് കീഴിലായിരിക്കുന്നു നിങ്ങളെങ്കിൽ, if you are under carnality, നിങ്ങൾ അങ്ങനെ പ്രാകൃതമായ ജഡികത്തിലായിരിക്കുന്നുവെങ്കിൽ, or if you are under selfishness, അതല്ലെങ്കിൽ സ്വാർത്ഥതയിലായിരിക്കുന്നുവെങ്കിൽ, today is the day you should come out. ഇന്ന് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരേണ്ട ദിവസം. We are called to live a spiritual life. നാം ഒരു ആത്മീക ജീവിതം നയിപ്പാൻ വിളിക്കപ്പെട്ടവർ. Let us close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. What is our state? നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു? What is my state? എന്റെ അവസ്ഥ എന്തായിരിക്കുന്നു? Dear brother, dear sister, പ്രിയ സഹോദര, പ്രിയ സഹോദരി, is it God is controlling your life? Is it God is controlling your life? ദൈവമാകുന്നു നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? Or is it devil is controlling your life? അതോ പിശാച് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുവോ? Or is it world is controlling your life? ഈ ലോകം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുവോ? Or is it yourself is controlling your life? നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ സ്വയം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുവോ? Whatever it may be. അതെന്ത് തന്നെ ആയാലും Today we have to come out. ഇന്ന് അതിൽ നിന്ന് പുറത്തു വരണം. We should not live as earthly minded. നാം ഒരിക്കലും ഭൗമിക മനസ്സുള്ളവരായി ജീവിക്കരുത്. We should live as spiritual. നാം ആത്മീകരായി ജീവിക്കണം. God should rule. ദൈവം നമ്മിൽ കർത്തൃത്വം നടത്തണം, ഭരിക്കണം. Our spirit should rule us. നമ്മുടെ ആത്മാവ് നമ്മെ ഭരിക്കണം. All these days, ഈ നാളുകളൊക്കെ your body is ruling your life. നിങ്ങളുടെ ശരീരം അത്ര നിങ്ങളുടെ ജീവിതത്തെ വാണുകൊണ്ടിരിക്കുന്നത്. Your soul is ruling your life. നിങ്ങളുടെ പ്രാണനത്ര നിങ്ങളെ വാണുകൊണ്ടിരിക്കുന്നത്. Brother, sister, പ്രിയ സഹോദര, സഹോദരി, repent for that. അതിനായി അനുതപിക്കുക. And tell it to Jesus. യേശുവിനോട് പറയുക, Lord, your spirit should rule me, Lord. കർത്താവേ, നിന്റെ ആത്മാവിനെ ഭരിക്കട്ടെ. My spirit should have all control. എന്റെ ആത്മാവിന് പൂർണ്ണ നിയന്ത്രണം വേണം. I want to become spiritual. ഞാൻ ആത്മീകനായി തീരുവാൻ ആഗ്രഹിക്കുന്നു. Lord, my spirit should have control over my body and soul. കർത്താവേ, എന്റെ ആത്മാവ് എന്റെ പ്രാണനെയും ദേഹത്തെയും വാഴട്ടെ. But contrary-wise, എങ്കിലും അതിന് വിപരീതമായി my body is ruling. എന്റെ ശരീരം അത്രേ ഭരിക്കുന്നത്. Many times my soul is ruling. പലപ്പോഴും എന്റെ പ്രാണൻ ഭരിച്ചുകൊണ്ടിരിക്കും. From today onwards, എങ്കിലും ഇന്നു മുതൽ thy spirit should rule me. നിന്റെ ആത്മാവിനെ എന്റെ മേൽ വാഴട്ടെ. My spirit should have all freedom.
എന്റെ ആത്മാവിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. Lord, I am humbling myself. കർത്താവേ, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. I am surrendering, Lord. ഞാൻ എന്നെ തന്നെ കീഴ്പ്പെടുത്തുന്നു. I am submitting myself, Lord. ഞാൻ എന്നെ തന്നെ ഭരമേൽപ്പിക്കുന്നു. Let the Spirit take control of my life. ഈ ആത്മാവ് എന്റെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. As many as are led by the Spirit of God, they are the children of God. As many as are led by the Spirit of God, they are the children. ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെത്രേ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടും. Lord, I want to become thy child. കർത്താവേ, എനിക്ക് നിന്റെ പൈതലായി തീരണം. Lord, I want to become thy child, Lord. കർത്താവേ, എനിക്ക് നിന്റെ പൈതലായി തീരണം. Thy Spirit and thy Spirit alone should guide me. നിന്റെ ആത്മാവ് മാത്രം എന്നെ നടത്തട്ടെ. I am totally surrender myself into thy hands, Lord. ഞാൻ പരിപൂർണമായി എന്നെ തന്നെ നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. പൂർണ്ണമായി സമർപ്പിക്കുന്നേ എന്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോൽ 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 പൂർണ്ണമായി സമർപ്പിക്കുന്നേ God wants to have control over our body, soul and spirit. നമ്മുടെ ദേഹം ദേഹി ആത്മാവിനൊരു നിയന്ത്രണം വേണമെന്ന് നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. So through the Spirit, He controls our soul and body. അതേ തന്റെ ആത്മാവിൽ കൂടെ നമ്മുടെ ശരീരത്തെയും പ്രാണനെയും ദൈവം നിയന്ത്രിക്കുന്നു. Let the Holy Spirit take control of our spirit. അതേ നമ്മുടെ ആത്മാവിന്റെ നിയന്ത്രണം പരിശുദ്ധാത്മാവ് Let ഏറ്റെടുക്കട്ടെ. our inner man be strengthened by the Holy Spirit. അതേ നമ്മുടെ അകത്തെ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടട്ടെ. Let our spiritual man be strengthened by the power of the Holy Spirit. അതേ നമ്മുടെ ആത്മീയ മനുഷ്യൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ബലം പ്രാപിക്കട്ടെ. Let our spirit become stronger and stronger. നമ്മുടെ ആത്മാവ് ബലത്തിൽ മേൽ ബലം പ്രാപിക്കട്ടെ. Let the Spirit of God rule upon our spirit. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ ഭരിക്കട്ടെ. Let the Spirit
rule upon soul. അതേ ദൈവത്തിന്റെ ഈ ആത്മാവ് നമ്മുടെ പ്രാണനെ ഭരിക്കട്ടെ. Let the Spirit rule upon our body. ആത്മാവ് നമ്മുടെ ദേഹത്തെ വാഴട്ടെ. Let the Spirit live as spiritual. അതേ നമ്മുടെ ആത്മാവ് ആത്മീകമായി തീരട്ടെ. Our body should not rule over us. നമ്മുടെ ശരീരം നമ്മെ വാഴുവാൻ ഇടയാവരുത്. Our soul should not rule over us. നമ്മുടെ ദേഹം ദേഹി നമ്മളെ വാഴുവാൻ God ഇടയാവരുത്. alone should rule us. ദൈവം മാത്രം നമ്മെ വാഴേണം. Oh God, Christ should rule us. അതെ യേശു നമ്മെ വാഴേണം. God should have all freedom in our life. ദൈവത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ From today onwards we should live as spiritual. ഇന്നു മുതൽ നാം ഒരു ആത്മീകരായി ആത്മീയ ജീവിതം നയിക്കണം. There are many things to consider in this portion. ഈ ഭാഗത്ത് അനേക കാര്യങ്ങൾ മനസ്സിലാക്കുവാനുണ്ട്. Time is very limited. സമയം ചുരുക്കം. സമയം Once in a week we are getting time. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നമുക്ക് സമയം ലഭിക്കുന്നത്. Then we will get the next time. Today we are having meeting. Next week we will get. നമുക്ക് ഈ ആഴ്ച കൂട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മാത്രമേ അടുത്ത കൂട്ടത്തിന് സമയമുള്ളൂ. So how I am going to cover up all the subject I don't know. എപ്രകാരം ഈ പാഠങ്ങളെല്ലാം പഠിപ്പിക്കുവാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. God should teach us. ദൈവം നമ്മെ പഠിപ്പിക്കണം. Man cannot teach us. മനുഷ്യന് നമ്മെ പഠിപ്പിക്കാൻ കഴിയില്ല. I'm just a human being. ഞാൻ ഒരു മനുഷ്യനാകുന്നു. But God should speak to us. എന്നാൽ ദൈവം നമ്മോട് സംസാരിക്കണം. What are the hidden things God should reveal to us? മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ ദൈവം നമ്മളോട് സംസാരിക്കണം. And there are many Bible portions also there. അതിന് അടിസ്ഥാനമായി അനേകം ദൈവവചനങ്ങളുമുണ്ട്. For our body, soul and spirit to differentiate, to unite, to see everything, there are Bible portion. നമ്മുടെ ദേഹിയാത്മാവിനെ വ്യത്യസ്തമായി പഠിക്കുവാനുള്ള അടിസ്ഥാനപരമായ അനേകം വചനങ്ങളുണ്ട്. So feel free to ask any question. അതുകൊണ്ട് ഏത് ചോദ്യം ചോദിപ്പാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. God should teach us. ദൈവം നമ്മെ പഠിപ്പിക്കണം. I don't say I know everything. ഞാൻ പറയുന്നില്ല എനിക്കെല്ലാം അറിയാമെന്ന്. But according to the grace of God I am teaching you. എന്നാൽ ദൈവത്തിന്റെ കൃപയ്ക്കനുസരിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. So please pray for me that I should have abundance of grace. അത് നിങ്ങൾ അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ധാരാളമായ കൃപ ലഭിപ്പാനാണ്. In these days God should reveal heavenly mysteries more and more, fatherless, praise God. ഈ നാളുകളിൽ ദൈവം സ്വർഗീയമായ മർമ്മങ്ങളെ അധികമായി വീണ്ടും നമുക്ക് എല്ലാവർക്കും നമ്മളെ മനസ്സിലാക്കേണ്ടതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. We know about many things. നമുക്ക് പല കാര്യങ്ങളെ കുറിച്ച് അറിയാം. We are having knowledge in different fields. അനേക കാര്യങ്ങളിൽ നമുക്ക് അറിവുണ്ട്. But we don't know about ourselves. എന്നാൽ നമ്മെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. When I studied this portion, I was really wondering about God's creation. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയും ഞാൻ പഠിച്ചപ്പോൾ അത് ദൈവത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് ഞാൻ ആശ്ചര്യപ്പെട്ടു. Let God open our eyes of understanding. ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കട്ടെ. Till we are ignorant about ourselves. ഇപ്പോഴും നമ്മെ കുറിച്ച് നാം അജ്ഞരായിരിക്കുന്നു. What is our body? What is our soul? What is our spirit? We don't have knowledge. എന്താകുന്നു നമ്മുടെ ശരീരം, എന്താകുന്നു നമ്മുടെ ദേഹി, എന്താകുന്നു നമ്മുടെ ആത്മാവ് എന്തെന്ന് നാം അജ്ഞരാകുന്നു. God alone should teach us, fatherless, praise God. ദൈവം മാത്രം നമ്മെ പഠിപ്പിക്കണം. അതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Those who have not come, unto them also God should reveal this mystery, fatherless, praise Him. ഇന്ന് വരാത്തവരോടും ദൈവം ഇടപെട്ട് അവരെ ദൈവം ഈ മർമ്മങ്ങളെ മനസ്സിലാക്കാൻ ദൈവം സഹായിക്കേണ്ടതിനായി ചേർന്ന് സ്തോത്രം ചെയ്യാം. Surrendering ourselves, surrendering our body, soul and spirit in the hands of God, let's praise Him. നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. Gracious Lord, we thank you, we praise you, Lord, we exalt your glorious name for your glorious presence in our midst tonight, hallelujah. Master God, for your care and love upon our lives, we thank and we praise you, Lord. For taking your Bible study, we thank and we praise you, Lord. For enlightening our eyes of understanding, Lord, concerning the spiritual exercise, we thank and we praise you, Lord. Master God, hallelujah, as a triune God, you created us a triune being, so Master God, hallelujah. Our body is always world conscious, our body does not inherit the kingdom of God, Master God, hallelujah. And also our soul is self-conscious, Master, always thinking about our own selves, Master God. But Lord, help us, Lord, to overpower both the soul and body through the Spirit of Master God. Help us, Lord Jesus, hallelujah. May that our inner man may be stronger and stronger day by day.